ഒത്തിരി സ്നേഹിച്ചവരൊക്കെ ഒത്തിരി നൊമ്പരം തന്നിട്ട് പോയി എന്നൊരു പാട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പള്ളിയിലൊക്കെ പാടുന്ന പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ടാണ് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റത് തന്നെ. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം സ്കാനിങ്ങിന് പോയപ്പോൾ മുതൽ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. സ്കാനിങ് റൂമിൽ ചെല്ലുമ്പോഴത്തേനും വാദിക്ക് എല്ലാ ഗർഭിണികളുടെ കൂടെ അമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയില്ലല്ലോ എന്ന് ഓർത്തിട്ട് കയറുമ്പോൾ അവർ ചോദിക്കും ബൈസ്റ്റാൻഡറായിട്ട് ആരാ, എപ്പോഴും ഹസ്ബൻഡാണോ, അമ്മയില്ലേ എന്ന് ചോദിക്കും. പറയില്ല, എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിങ്ങലാണ് കേട്ടോ. സങ്കടങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ രോമാഞ്ചത്തിലെ കറിയാണ് കേട്ടോ. 2 കോവയ്ക്കയും 4 വെണ്ടയ്ക്കയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടല്ലോ, ആ കറി. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കടലക്കറിയാണ് ഇന്ന് റെസിപ്പിക്ക്. ഞാൻ ലോങ് വീഡിയോയിൽ പലവട്ടം ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ പറയാത്തത്. അന്നക്കുട്ടിക്ക് കടലക്കറിയേക്കാൾ കൂടുതൽ ഇഷ്ടം പപ്പ വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അമ്മ വെച്ച കടലക്കറിയും വെച്ചിട്ടുണ്ട്, പപ്പ വെച്ച ചിക്കൻ കറിയും